ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഒരു എക്സ്പെരിമെൻ്റ് എന്നുള്ള രീതിയിൽ ചെയ്തു നോക്കാൻ പോകുന്നൊരു ക്ലേ ആർട്ടാണ്. കഥകളീൻ്റെ ഷേപ്പിൽ ആണ് ഞാനൊരു ലോക്കറ്റാണ് ചെയ്തു നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ്സൊക്കെയും ഈ വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്നുണ്ടായിരുന്നു കഥകളി ഷേപ്പിൽ ഒരു സംഭവം ചെയ്തെടുക്കണം എന്നുള്ളത്. പക്ഷേ അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ, അത് സെറ്റാക്കാൻ പറ്റുമോ എന്നുള്ളൊരു പേടി കാരണം, ആ ഒരു ഡൗട്ട് കാരണം പെൻഡിങ്ങിൽ വെച്ചിട്ടുണ്ടായിരുന്നായിരുന്നു. അപ്പോൾ ഇന്നെന്തായാലും അത് ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ക്ലേ വൈറ്റ് കളറിലുള്ള ക്ലേ ആണ് യൂസ് ചെയ്യുന്നത്. എയർ ഡ്രൈ ക്ലേ ആണിത്. ഇത് നമ്മൾ സ്റ്റേഷനറി ഷോപ്സിലൊക്കെ നോർമലായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ആദ്യം തന്നെ നല്ലൊരു ബോൾ ഷേപ്പിലാക്കിയെടുത്തതിന് ശേഷം പിന്നെ അതിനൊന്ന് ഇതുപോലെ ഈ ഒരു തിക്നെസ്സിൽ പരത്തിയെടുക്കാം. പിന്നീട് അതിനെ ഒരു ഓവൽ ഷേപ്പിൽ, ഈ കാണുന്ന പോലെ ഒരു ഏകദേശം ഒരു ഓവൽ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ഷേപ്പിൽ അതാദ്യം ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്, അതിൻ്റെ ബേസായിട്ട്. പിന്നെ അതിൻ്റെ മേലേക്ക് ഇങ്ങനെ കുറച്ച് ക്ലേ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ആ ഒരു ഷേപ്പിലേക്ക് ആക്കിയെടുക്കുന്നുണ്ട്. പിന്നെ ഇതൊരു ടൂത്ത് പിക്കാണ്. അപ്പോൾ ഞാനത് വെച്ചിട്ടൊന്ന് ഷേപ്പൊക്കെ കറക്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ അകത്തുള്ള ഫേസിലേക്കുള്ള ഫീച്ചേഴ്സും പിന്നെ അതിൻ്റെ കിരീടം കാര്യങ്ങളൊക്കെ ഞാനത് വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ടെക്സ്ചർ പെയിൻറ്റിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു നൈഫാണ് യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അതും യൂസ് ചെയ്യുന്നുള്ളത്. കട്ട് ചെയ്തെടുക്കാനൊക്കെ, കാർവ് ചെയ്തെടുക്കാനും കട്ട് ചെയ്തെടുക്കാനൊക്കെ കുറച്ച് ഷേപ്പിൽ ഡിഫറൻസ് വരുന്നതൊക്കെ ഞാൻ എക്സ്ട്രാ ക്ലേ ഇങ്ങനെ ഉരുട്ടി അതിൻ്റെ മേലെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. എക്സ്ട്രാ ക്ലേ ഇതുപോലെ കട്ട് ചെയ്തിട്ട് വെച്ച് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്യുന്ന എക്സ്ട്രാ ക്ലേസൊക്കെ അതിൽ നല്ലപോലെ ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂവോ കാര്യങ്ങളൊന്നും ഇടേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൻ്റെ കയ്യിലൊന്ന് തുടച്ച് കൊടുത്താൽ മതി. അതിൻ്റെ മേലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച് കൊടുത്തിട്ടൊന്ന് വെറ്റാക്കിയിട്ട് അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അത് നല്ലപോലെ സ്റ്റിക്കായി നിന്നോളും. എനിക്ക് ഒരു തരത്തിലുള്ള പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല എങ്ങനെ ഇത് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ കുറേ റെഫറൻസ് പിക്ചേഴ്സ് എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതെങ്ങനെ ചെയ്തെടുക്കുന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഇത് ഞാൻ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഇപ്പോൾ ഞാനിത് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ട് സക്സസ് ആയിന്ന് കണ്ടുകൊണ്ടാണ് അത് വീഡിയോ ആയിട്ട് തന്നെ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. എനിക്കിങ്ങനത്തെ പുതിയ പുതിയ മീഡിയംസ് ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ക്ലേ ആർട്ട് ഞാൻ അങ്ങനെ പഠിച്ചെടുത്തൊരു സംഭവമാണ്. പഠിച്ചൊന്നും പറയാൻ പറ്റില്ല, ഇപ്പോഴും സ്റ്റിൽ ഞാൻ ഓരോന്ന് ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതും അതിൻ്റെ ഒരു ഭാഗമാണ്. ചിലപ്പോൾ അത് ഫ്ലോപ്പായി പോകാൻ ചാൻസ് ഉണ്ടാവും. പക്ഷെ എന്നാലും നമുക്ക് ചെയ്ത് നോക്കാണ്ട് അറിയില്ലല്ലോ അത് ഫ്ലോപ്പാവോ ഇല്ല എന്നുള്ളത്. കുറേ കാര്യങ്ങൾ അങ്ങനെ ഞാൻ ഡൗട്ട്ഫുള്ളി സ്റ്റാർട്ട് ചെയ്തിട്ട് നല്ല വൃത്തിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ലെറ്റ്സ് സീ ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഏകദേശം ഇതിൻ്റെ ഷേപ്പ് ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ആ റഫായിട്ടുള്ള പോർഷൻസൊക്കെ അതിൻ്റെ മേൽഭാഗമൊക്കെ ഒന്ന് ബ്രഷ് വെച്ചിട്ട് ഞാൻ ഒന്ന് സ്മൂത്ത് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഡിസൈൻസൊക്കെ ഇങ്ങനെ വരച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ടൂത്ത് പിക്കാണ് യൂസ് ചെയ്യുന്നത്. നമ്മളെ കയ്യിലുള്ള എന്ത് പ്രോപ്പർട്ടീസ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അതായത് നമുക്ക് ഏതാണോ കൺവീനിയൻ്റ് ആയിട്ടുള്ളത് നമുക്ക് ആ ഒരു ആർട്ട് ഫോം അതിൽ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റണം. അതിൽ ഇന്ന റൂൾസ് അല്ലെങ്കിൽ ഇന്ന മെത്തേഡ്സ് അങ്ങനെയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് എങ്ങനെയാണോ ആർട്ടിൽ നമുക്ക് കംപ്ലീറ്റ് ഫ്രീഡം എടുക്കാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. നമ്മൾ ചെയ്യുന്നത് എന്താണോ അതിലാണ് നമുക്കൊരു യുണീക്നെസ് കൊണ്ടുവരാൻ പറ്റുന്നത്. അപ്പോൾ ഞാനിതിൽ എൻ്റെ കയ്യിലുള്ള പ്രോപ്പർട്ടീസൊക്കെ യൂസ് ചെയ്തിട്ട് ഞാൻ മാക്സിമം അതിൽ ആ ഒരു കഥകളി ഫോമിന് കൊണ്ടുവരാൻ നോക്കുകയാണ് ചെയ്യുന്നത്. അതിപ്പോൾ എന്തൊരു ആർട്ട് ഫോം ചെയ്യുകയാണെങ്കിലും നമുക്ക് നമ്മുടേതായിട്ടുള്ള ക്രിയേറ്റീവ് ഐഡിയാസ് അതിൽ ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ അത് നമ്മുടേതായിട്ടുള്ള ഒരു യൂണീക്ക് ഫോം ഓഫ് ആർട്ട് ആവുമെന്നാണ് എനിക്ക് പേഴ്സണലി എൻ്റെ എക്സ്പീരിയൻസിൽ മനസ്സിലായൊരു കാര്യം. ഞാനിപ്പോഴും സ്റ്റിൽ അങ്ങനത്തെ ഒരു യുണീക്ക് ഫോം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ട്രൈ ചെയ്യുന്നത്. നമുക്കത് ആദ്യം തന്നെ അത് മനസ്സിലാവില്ല കേട്ടോ. നമുക്കത് ആദ്യം തന്നെ ആ ഒരു ഐഡിയ കിട്ടില്ല. നമ്മൾ ചെയ്ത് വരുമ്പോഴാണ് നമ്മുടേതായിട്ടുള്ള ഒരു സ്റ്റൈലിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. ഇതിപ്പം ഞാൻ ആദ്യമായിട്ട് ചെയ്ത് നോക്കുന്നുണ്ടാണ് കുറച്ച് ഇറഗുലറായിട്ടൊക്കെ തോന്നുന്നത്. അപ്പോൾ അത് മാക്സിമം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള എല്ലാ സാധന സാമഗ്രികളും യൂസ് ചെയ്തിട്ട് ആ ഷേപ്പ് ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഷേപ്പൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കാം. കറക്റ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കതിൻ്റെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ അതിൽ വരുന്ന ആ പാറ്റേൺസൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. അതിന് മുന്നായിട്ടൊന്ന് ഷേപ്പൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് ആദ്യം സെറ്റാക്കിയെടുക്കാം.
കുറേ സമയം മെനക്കെട്ടിട്ട് സംഭവം ഏകദേശം സെറ്റായിട്ടുണ്ട്. ആ ഒരു ഷേപ്പൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഓർണമെൻറ്റ്സും ഇതൊക്കെ ഏകദേശം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പെയിൻറ്റ് ചെയ്യണം. അപ്പോൾ പെയിൻറ്റിങ് നമുക്ക് ഏതെങ്കിലും ഒരു കഥകളീൻ്റെ ഒരു പിക്ചർ എടുത്തിട്ട് ആ രീതിയിൽ അതിന് മാച്ചാവുന്ന രീതിയിൽ ഏകദേശം നമ്മുടെ അനുസരിച്ച് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് കളേഴ്സ് ചൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഏകദേശം അതിന് മാച്ചാവുന്ന രീതിയിലുള്ള കളേഴ്സൊക്കെ എടുത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ എൻ്റേതായ രീതിയിൽ കുറച്ച് കളേഴ്സൊക്കെ ചൂസ് ചെയ്തിട്ട് അതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിനൊരു ഭംഗി കൂട്ടാനായിട്ട് ഒരു എലമെൻറ്റും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ കയ്യിലുള്ളൊരു വൈറ്റ് ക്ലോത്ത്, ഇത് പഴയ മുണ്ടിൻ്റെ ഒരു പീസ് എടുത്തതാണ്. അതിലേക്ക് ഞാനിങ്ങനെ കഥകളീൻ്റെ ആ ഒരു സ്കേർട്ടിൻ്റെ പോർഷൻ വരുന്ന പോലത്തെ ഒരു സംഭവം പെയിൻറ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്തതാണ്. അതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടൊന്ന് ഒരു പ്ലീറ്റ്സ് പോലെ ഒന്ന് ആക്കിയെടുക്കുന്നുണ്ട്. പിന്നെ അതിന് കുറച്ച് ഹെയർ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നൂലൊന്ന് ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കണ്ടു നോക്കാം.